ട്രെയിനിൽ നിന്ന് പെൺകുട്ടിയെ ചവിട്ടി തള്ളിയിട്ട കേസിൽ റെയിൽവേ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. തിരുവനന്തപുരം CJM കോടതിയിലാണ് കുറ്റപത്രം നൽകിയത്. ആക്രമണം നടത്തിയ സുരേഷ് കുമാറിനെ മാത്രം പ്രതിയാക്കിയാണ് കുറ്റപത്രം. വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. പുകവലി ചോദ്യം ചെയ്തതാണ് പെൺകുട്ടിയെ തള്ളിയിടാൻ കാരണമെന്നും കുറ്റപത്രത്തിൽ. സിജോ വി ജോൺ വിശദാംശം നൽകും. സിജോ, മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ക്രൂരമായ നടപടിയിൽ ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. എന്താണ് കുറ്റപത്രത്തിൽ പറയുന്നത്? ഈ സംഭവം നടന്ന 56 ദിവസത്തിന് ശേഷമാണ് ഇപ്പോൾ റെയിൽവേ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം CJM കോടതിയിലാണ് കുറ്റപത്രം നൽകിയിരിക്കുന്നത്. ഈ പെൺകുട്ടിയെ ചവിട്ടി ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് ചവിട്ടിയിട്ട സുരേഷിനെ മാത്രമാണ് ഇപ്പോൾ പ്രതി ചേർത്തിരിക്കുന്നത്. സുരേഷിന്റെ ഒപ്പം ഒരു സുഹൃത്തു കൂടി ഉണ്ടായിരുന്നു. അയാളെ പ്രതി ചേർത്തിട്ടില്ല. അയാൾക്ക് ഇതിൽ പങ്കില്ല എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് സുരേഷിനെ മാത്രം പ്രതിയാക്കി കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. പുകവലി ചോദ്യം ചെയ്തതാണ് ഇത്തരത്തിലൊരു പ്രകോപനത്തിന് കാരണമായത് എന്നുള്ളതാണ് കുറ്റപത്രത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. ഒരു വലിയ വെല്ലുവിളി നിറഞ്ഞ കേസായിരുന്നു. കാരണം ഇത് ഇവരെ ചവിട്ടി പുറത്താക്കിയതിനു ശേഷം ഇതാളെ കണ്ടെത്തുന്ന അല്ലെങ്കിൽ ഇത് പ്രധാനപ്പെട്ട തെളിവുകളെ കണ്ടെത്തുന്ന കാര്യത്തിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് നേരിട്ടുന്നു. അത് പ്രധാനപ്പെട്ട കാരണമായി പറഞ്ഞിരുന്നു അതിൽ സാക്ഷിയായിട്ടുണ്ടായിരുന്ന ആളുണ്ട്. ആ സാക്ഷിയെ പോലും കണ്ടെത്തുന്നത് കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ്. റെയിൽവേ പോലീസിന്റെ നിരന്തരമായ പരിശ്രമത്തിനൊടുവിലാണ് ആ പ്രധാനപ്പെട്ട സാക്ഷിയെ കണ്ടെത്തുന്ന സാഹചര്യത്തിലേക്കൊക്കെ പോവുകയും ചെയ്തിരുന്നത്. ചില CCTV ദൃശ്യങ്ങളായിരുന്നു അതിൽ പ്രധാനപ്പെട്ട തെളിവായി മാറുകയും ചെയ്തിരുന്നത്. ആദ്യഘട്ടത്തിൽ CCTV ദൃശ്യങ്ങൾ ഉണ്ടോ എന്നൊരു സംശയമാണ്. കാരണം ഒരു ലോക്കൽ കമ്പാർട്ട്മെന്റ് ആയിരുന്നു എന്നുള്ളതുകൊണ്ട് CCTV ദൃശ്യങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളൊരു സാധ്യത ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു നിഗമനത്തിലായിരുന്നു. പക്ഷെ പിന്നീട് പരിശോധിച്ചപ്പോഴാണ് CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കണ്ടെത്തുന്നത്. ഇയാളെ സുരേഷിനെ അപ്പോൾ തന്നെ പിടികൂടാൻ സാധിച്ചു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമായി മാറുകയും ചെയ്തിരിക്കുകയും ചെയ്തു. ഈ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സ്ത്രീക്കുട്ടിയുടെ ആരോഗ്യനിലയിൽ നല്ല പുരോഗതി ഉണ്ടെന്നുള്ളതാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലായിരുന്നു പ്രാഥമിക ചികിത്സയൊക്കെ നടത്തിയിരുന്നത്. അതിനുശേഷം കൊച്ചിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് ഒരു ചികിത്സ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ ആരോഗ്യനിലയിൽ നല്ലൊരു പുരോഗതി ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യം.